നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉറ്റുനോക്കിയ ഒരു കാര്യമുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. നമുക്കറിയാം, തിരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമായിരുന്നു ചർച്ചകളിൽ നിറഞ്ഞു നിന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭകഥ, അതുപോലെ തന്നെ ഗർഭചിത്രകഥ, ഇതൊക്കെയാണ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് നേരിടാൻ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ UDFനെ എതിർക്കാൻ CPM ഉപയോഗിക്കുന്ന അടവാണ്, CPMഉം BJP ഉപയോഗിക്കുന്ന അടവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. അത് ഈ തിരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് അവരുടെ ഒരു ഉത്തരവാദിത്തം, അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യമാണ് എന്നടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം UDFന് വലിയ തിരിച്ചടിയാകുമോ എന്ന ചോദ്യങ്ങൾ ശക്തമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ തിരഞ്ഞെടുപ്പ് ഫലം വന്നതോടെ മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഒരു തെല്ലു പോലും UDFനെ ബാധിച്ചിട്ടില്ല എന്നത്. തീർച്ചയായിട്ടും UDF വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഇക്കണക്കിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFൽ വീണ്ടും അധികാരം തിരിച്ചു പിടിക്കും. മാത്രമല്ല, താമര വിരിയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കനത്ത ഭരണവിരുദ്ധ വികാരം അരങ്ങേറി എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ പ്രമുഖർ എത്തിയിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്തായാലും UDFനെ ഒരു രീതിയിൽ പോലും ബാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള കൃത്യമായ ഒരു ഫലം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. UDF തൂത്തുവാരിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ജനം പ്രബുദ്ധരാണ്. എത്ര ബഹളം വെച്ചാലും അവർ കേൾക്കേണ്ടത് അവർ കേൾക്കുക തന്നെ ചെയ്യും. എത്ര മറച്ചാലും അവർ കാണേണ്ടത് അവർ കാണുക തന്നെ ചെയ്യും എന്നായിരുന്നു തന്റെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. ഏതായാലും നമുക്ക് കുറച്ച് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ നോക്കാം. എന്താണ് ജനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനോട് പ്രതികരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മാധ്യമങ്ങൾക്കേറ്റ തിരിച്ചടിയാണിത്. ഒരു മാസമായി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ ശബരിമല കൊള്ള ചർച്ച ചെയ്യാതിരുന്നു. അറസ്റ്റിലായ CPM നേതാക്കൾക്കെതിരെ നടപടിയെടുത്തില്ല. മാധ്യമങ്ങൾക്കൊരു പ്രോബ്ലവുമില്ല. ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്തിരുന്നില്ല. ആകെ ഒരു മാസമായി ചർച്ച ചെയ്തത് രാഹുൽ വിഷയം. അതും എടുക്കാവുന്ന എല്ലാ നടപടികളും എടുത്ത കോൺഗ്രസിനെ കുറ്റം പറയൽ മാത്രം. CPMലെ സ്ത്രീ പീഡകരെ പറ്റി ചോദ്യമില്ല. നടപടിയെടുക്കാത്തതിൽ ചോദ്യമില്ല. CPM വനിതാ നേതാക്കൾ സ്ത്രീ പീഡകരെ ന്യായീകരിക്കുന്നതിൽ ചോദ്യമില്ല. ജനങ്ങൾ മാധ്യമങ്ങളെ വെറുത്തു. മാധ്യമങ്ങൾ വെളുപ്പിച്ചാൽ CPM ഇനി വെളുകില്ല. നിയമസഭയിൽ തോറ്റാൽ കമ്മ്യൂണിസ്റ്റ് രാജാവ് പിണറായി പ്രതിപക്ഷ നേതാവാകാൻ ധൈര്യമുണ്ടോ എന്നായിരുന്നു ഒരാൾ കമന്റിൽ കുറിച്ചിരിക്കുന്നത്. മറ്റൊരാളുടെ കമന്റ്, ഇത് അവസാനത്തെ ഇലക്ഷനൊന്നുമല്ല, വലിയ മണ്ടത്തരമായിരുന്നു എന്ന് ജനങ്ങൾ ഉടനെ മനസ്സിലാക്കുമെന്നായിരുന്നു വേറൊരു വ്യക്തി കുറിച്ചിരിക്കുന്നത്. എന്തായാലും അടിമകൾ അസ്വസ്ഥരാണ്, ഇപ്പോൾ വരും അടുത്ത പെണ്ണിനെയും കൊണ്ടെന്നും കേൾക്കാത്ത ഓഡിയോകൾ അവർ കേൾക്കുക തന്നെ ചെയ്യുമെന്നും 2026 UDF ഭരിക്കുമെന്നും ജനം കാണാതെ രാത്രിയിൽ പോയി ചെയ്യുന്ന ചില പ്രവൃത്തികളും ഉണ്ടെന്ന വിമർശന കമന്റുകളും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന് കീഴിൽ നിറയുന്നുണ്ട്. എന്നാലും മാധ്യമപ്രവർത്തകരുടെയും പോലീസുകാരുടെയും ഇടയിലിരുന്ന് ചായ കുടിച്ചപ്പോൾ തന്നെ തോന്നി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എന്നതടക്കമുള്ള കമന്റുകളും നിറയുന്നുണ്ട്. എന്തായാലും ഒരു വേട്ടപ്പട്ടികൾക്കും കടിച്ചു കീറാൻ വിട്ടുകൊടുക്കില്ല, ചേർത്ത് നിർത്തും, സംരക്ഷിക്കും എന്നതടക്കമുള്ള, മാത്രമല്ല രാഹുലിൻ്റെ തിരിച്ചുവരവ്, രാഹുൽ ശക്തമായി നിങ്ങൾ തിരിച്ചു വരണം, ഞങ്ങൾ കൂടെയുണ്ട് എന്നതടക്കമുള്ള കമൻറ്റുകളടക്കം നിറയുന്നുണ്ട്. എന്തായാലും ശക്തമായി തിരിച്ചു വരിക, രാഹുൽ തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് എന്നതടക്കമുള്ള കമൻറ്റുകളൊക്കെ ഈ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. രാഹുൽ നിങ്ങൾ തന്നെയാണ് ഗുഡ് ലക്ക് ഹീറോ, നിങ്ങൾ തന്നെയാണ് ഹീറോ എന്നതടക്കമുള്ള ഈ ഒരു കമന്റുകൾ. അമ്പലക്കള്ളന്മാരെ ജനം ഓടിച്ചു, സത്യമേവ ജയതേ എന്നടക്കമുള്ള കമന്റുകൾ. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ഒരു തിരിച്ചുവരവ് ഏവരും ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവരുടെ കമന്റുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കൊപ്പം ആഹ്ലാദം പങ്കിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ഓഫീസിലായിരുന്നു ആഹ്ലാദ പ്രകടനം നടന്നത്. പാലക്കാട് നഗരസഭയിലെ 3 വാർഡുകളിൽ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് രാഹുലിനൊപ്പം MLA ഓഫീസിലുണ്ടായിരുന്നത്. കുന്നത്തൂർ മേട് വാർഡിൽ വിജയിച്ച പ്രശോഭ് വത്സൻ, കേനാത്ത് പറമ്പിൽ നിന്ന് ജയിച്ച മോഹൻ ബാബു, 41 വാർഡിൽ ജയിച്ച PS വിപിൻ എന്നിവരാണ് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത്. മൂവരെയും കെട്ടിപ്പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ കാണാനെത്തുന്നതിൽ പ്രശ്നമില്ല എന്ന ചോദ്യത്തിന് താനും ഇവിടുത്തെ ഒരു വോട്ടറാണെന്നായിരുന്നു രാഹുൽ പ്രതികരിച്ചത്. ബലാത്സംഗ കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനായിരുന്നു പുറത്തെത്തിയത്. പാലക്കാട് നഗരസഭയിലെ കുന്നത്തൂർ മേട് ബൂത്തിലായിരുന്നു രാഹുൽ വോട്ട് ചെയ്യാനെത്തിയത്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. കുന്നത്തൂർ മേട് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രശോഭ് ആയിരുന്നു വിജയിച്ചത്. 8 വോട്ടിനായിരുന്നു ജയം. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നെങ്കിലും വോട്ട് ചെയ്യാനെത്തിയപ്പോൾ ബൊക്കെ നൽകിയാണ് പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചുവരവ് ഏവരും ആഗ്രഹിക്കുന്നു. രാഹുൽ വിഷയം
ഈ തിരഞ്ഞെടുപ്പിൽ UDF തെല്ലുമേ ഏശിയിട്ടില്ല എന്ന കാര്യവും കൂടി കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിജയത്തിൽ നിന്നും വ്യക്തമാണ്. അതേസമയം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് LDF കഴിഞ്ഞ ദിവസം തന്നെ ബോധ്യമായിരിക്കുന്നു. ചെറിയ പരാജയമാണ് എന്ന വിലയിരുത്തലുകളുണ്ട് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇതേ ജനങ്ങൾ തന്നെയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തീർച്ചയായിട്ടും ഇപ്രാവശ്യമെങ്കിലും കേരളത്തിൽ താമര വിരിയുമോ അല്ലെ വിരിയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നതും ഒരു വസ്തുതയായിട്ട് തന്നെ ഒരു വശത്ത് നിൽക്കുകയാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഈ തിരഞ്ഞെടുപ്പ് ഫലം പ്രധാന വഴിത്തിരിവാണ് കുറിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം എന്ന ഏറ്റവും പ്രകടവും അടിയന്തരവുമായ സൂചനയ്ക്ക് പുറമെ ആഴത്തിലുള്ള 3 ഗതിമാറ്റങ്ങളും ഈ ഫലം ഉൾക്കൊള്ളുകയാണ്. കോൺഗ്രസിന്റെ CPM നേതൃത്വത്തിൽ നിലനിന്ന ഇരുധ്രുവത രാഷ്ട്രീയത്തിന്റെ അന്ത്യമായി എന്നതിന്റെ ഏറ്റവും പ്രകടമായ പ്രഖ്യാപനം. ഭൂരിപക്ഷമത രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാന ഗതി നിർണയ ശക്തിയാക്കിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് എന്തൊക്കെയാണ് തിരിച്ചടിയായത് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഏറ്റവും വലുത് ശബരിമല വിഷയം തന്നെയാണ്. 2019 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഭീമമായ ഒരു വലിയൊരു തോൽവി അത് മറക്കുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടുന്ന വിഷയങ്ങളേറെയും ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായതിനാൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ പരാജയം ഏറ്റുവാങ്ങുന്നതിന് തൊട്ടു പിന്നാലെ പോലും നിയമസഭയിൽ LDF നേടുന്ന വൻ വിജയത്തിന് കാരണം അതാണ്. നമുക്കറിയാം നമ്മുടെ കേരള രാഷ്ട്രീയത്തിലൊരു ചരിത്രമുണ്ട്. അതായത് ഇത്തവണ UDF ആണെങ്കിൽ അടുത്ത തവണ LDF ആയിരിക്കും. പക്ഷേ കഴിഞ്ഞ 2 വർഷം മാത്രമായിരുന്നു അത് മാറിയത്. കാരണം കഴിഞ്ഞ 10 വർഷം 2 വട്ടവും LDF തന്നെ വിജയിച്ച അധികാരത്തിലേറി സർക്കാർ ഭരണം തുടരുകയായിരുന്നു. 10 വർഷത്തെ LDF ഭരണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് മാസങ്ങൾ കൂടി കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇടതുപക്ഷത്തിന് അധികാരം നഷ്ടപ്പെടുമോ, UDF അധികാരം തിരിച്ചു പിടിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലവിലെ കാറ്റ് വലത്തോട്ടാണ് എന്ന രീതിയിലുള്ള ഒരു ചർച്ചകളൊക്കെ ഇതിനകം ഉയരുകയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ LDF തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വ്യക്തമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ നമുക്കത് പ്രകടമായി കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും എന്താണ് ഇനി സംഭവിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാവ് സണ്ണി ജോസഫിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ വിജയം വിനയത്തോടെ സ്വീകരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. UDF പ്രതിനിധികൾ ജനങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിക്കും. പ്രതീക്ഷിച്ചതിലും വലിയ വിജയമാണ് ജനങ്ങൾ നൽകിയത്. അതേസമയം എല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ വിജയം നേടാൻ കഴിഞ്ഞതെന്നും ജനങ്ങൾ സമ്മാനിച്ച വിജയമാണിതെന്നും സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്ത കാലഘട്ടമാണിതെന്നും അദ്ദേഹത്തിന്റെ വിമർശനം. വാർഡുകളെ വികൃതമാക്കി വെട്ടിമുറിക്കുക പോലും ചെയ്തു. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ UDF തുറന്നുകാട്ടി. ശബരിമലയിൽ തീവെട്ടിക്കൊള്ളയാണ് നടന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണമാണ്. കള്ളന്മാർ കപ്പലിൽ തന്നെയെന്ന് ഞങ്ങൾ ആദ്യമേ പറഞ്ഞു. കുറേ പേരെ പിടിച്ചു. എന്നാൽ കപ്പിത്താന്മാർ ഇനിയും പിടിക്കപ്പെടാൻ ബാക്കിയാണ്. സർക്കാരിന്റെ എല്ലാ കള്ളക്കളികളും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. ശബരിമലയിൽ കൊള്ള നടത്തിയ നേതാക്കൾക്ക് CPM യാതൊരു നടപടിയും എടുത്തിട്ടില്ല. ഒന്ന് ശാസിക്കുക പോലും ചെയ്തിട്ടില്ല. എന്നാൽ പ്രതികളെ പൊതിഞ്ഞു സംരക്ഷിക്കുകയാണ് CPM. ഇതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയാണ് തങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയം ജനങ്ങൾ നൽകിയത്. ഈ ജയം വിനയത്തോടെ സ്വീകരിക്കുന്നു. ജനങ്ങളുടെ ദാസന്മാരായി പ്രവർത്തിക്കുമെന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.